വെടിനിർത്തൽ നടപ്പാക്കുന്നതിനായി ഖത്തറിന്റെ ഒരു സമ്മർദ്ദമുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ക്യാബിനറ്റ് യോഗം റദ്ദാക്കിയിരിക്കുകയാണ് നെതന്യാഹു. എന്താണ് കാരണം? ദിവ്യ, യുദ്ധത്തിന്റെ 83-ാം ദിനം ലോകം മുഴുവൻ ഒരു വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു. ഇസ്രായേലിനകത്തു നിന്ന് പോലും ബന്ദിമോചനവും വെടിനിർത്തലും അതും കടന്ന് യുദ്ധം തന്നെ അവസാനിപ്പിക്കണമെന്ന ആവശ്യം, പ്രതിഷേധം തെരുവിലുയരുന്നു. ഇസ്രായേലി പാർലമെന്റിന് മുന്നിൽ, നെസറ്റിന് മുമ്പിൽ ഇപ്പോഴും പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പോലും ഈ വെടിനിർത്തൽ ചർച്ച ചെയ്യാനുള്ള ഒരു ക്യാബിനറ്റ് യോഗം റദ്ദാക്കിയിരിക്കുകയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ റദ്ദാക്കലിൽ വളരെ ശക്തമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ ഈ യോഗം റദ്ദാക്കുന്നതിലേക്ക് നയിച്ചത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വലതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. പക്ഷേ അതിതീവ്ര വലതുപക്ഷം കൂടി ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിന്റെ യുദ്ധകാല മന്ത്രിസഭ. ഇതിൽ തീവ്ര യാഥാസ്ഥിതിക ജൂത സയനിസ്റ്റ് വലതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള മോട്രിച്ചാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗമാണ്. ഇദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കരുത് എന്ന താത്പര്യത്തോടു കൂടി ഈ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിന് മേൽ ഈ യുദ്ധകാല ക്യാബിനറ്റ് നിർത്തിവെക്കാൻ സമ്മർദ്ദം ചെലുത്തിയത്. ഈ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ചർച്ച ഇസ്രായേൽ ക്യാബിനറ്റിൽ അവസാനിച്ചിരിക്കുന്നത്, നടക്കാതെ പോയിരിക്കുന്നത്. ഈ വെടിനിർത്തൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഖത്തറും ഈജിപ്തുമാണ്. 3 ഘട്ടത്തിലായുള്ള ഒരു വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ, അതായത് സാധാരണക്കാരായ ബന്ദികളെ ഹമാസ് വിട്ടുനൽകുന്നു. ഇതിന് 7 മുതൽ 10 ദിവസം വരെ വെടിനിർത്തൽ നടപ്പാക്കുന്നു. പകരം ഏതാനും ഫലസ്തീനികളെ ഇസ്രായേൽ വിട്ടുനൽകുന്നു. ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇസ്രായേലി സൈനികരെ, അതായത് സൈനികരായ സ്ത്രീകളെ ഹമാസ് വിട്ടയക്കുന്നു. അതിന് പകരം ഏതാനും ദിവസവും കൂടി, ഒരാഴ്ച കൂടി ഈ വെടിനിർത്തൽ തുടരുന്നു. കുറച്ചുകൂടി തടവുകാരെ ഇസ്രായേൽ വിട്ടു നൽകുന്നു. ഇങ്ങനെയാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടത്തിലാണ് പരമപ്രധാനമായ ചില നീക്കങ്ങൾ ഈ പ്രപ്പോസൽ നിർദ്ദേശിക്കുന്നത്. അതായത് പുരുഷ പട്ടാളക്കാരെ വിട്ടു നൽകുന്നതിന് പകരമായി 1 മാസം നീണ്ട ചർച്ചകൾ നടത്തുക. ഈ ഘട്ടത്തിൽ പൂർണ്ണമായി ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിന്മാറുക. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ തടവുകാരെ ഇസ്രായേൽ വിട്ടു നൽകുക, ഫലസ്തീന് വിട്ടു നൽകുക എന്ന നിർദ്ദേശമാണ് ഈ 3 ഘട്ട ഈ വെടിനിർത്തൽ പ്രപ്പോസലിൽ ഉള്ളത്. നമുക്കറിയാം 8,000-ഓളം ഫലസ്തീനികളാണ് വിവിധ ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്നത്. മാത്രമല്ല, ഇതിനോട് ഹമാസിന് അനുകൂല സമീപനമുണ്ട് ഈ ഒരു നിർദ്ദേശത്തോട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ തലവൻ ഇക്കാര്യത്തിൽ ഈജിപ്ത് അധികൃതരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇസ്മായിൽ ഹനിയ കെയ്റോയിൽ ഇതിനുവേണ്ടി എത്തിയിരുന്നു. മാത്രമല്ല, വിവിധയിടങ്ങളിൽ ഇപ്പോഴും ഇസ്രായേൽ സേന ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. റഫ അതിർത്തിയോട് ചേർന്ന മേഖലകളിലാണ് ഇസ്രായേൽ വലിയ തോതിൽ ആക്രമണം കടുപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അൽ അമാൽ ആശുപത്രിക്ക് സമീപം തടിച്ചുകൂടിയ, അവിടെ അഭയകേന്ദ്രമായി കണ്ട് താമസിച്ചു വന്നിരുന്ന ആയിരങ്ങൾക്ക് മേലെയാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് കുവൈത്തി ആശുപത്രിക്ക് സമീപമാണ് വലിയ തോതിൽ ആക്രമണം കണ്ടത്. ഈ ആക്രമണത്തിൽ മാത്രം ഏറ്റവും കുറഞ്ഞത് 20 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റഫയിൽ നിന്ന് വരുന്ന വാർത്തകൾ. മാത്രമല്ല, നിരവധി പേർ ഈ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. റഫ ആക്രമണത്തിന് വളരെ പ്രത്യേകമായ ചില മാനങ്ങൾ കാണേണ്ടതുണ്ട് ദിവ്യ. അതായത് റഫ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ ശക്തമായ സാന്നിധ്യമുള്ള ഇടമാണ്. വിവിധ UN ഏജൻസികളുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ സന്നദ്ധ സേവകരായ ഡോക്ടർമാർ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള SS സന്തോഷ് കുമാർ അടക്കം ഡോക്ടർമാർ ഈ മേഖലയിലാണുള്ളത്. ഈ മേഖലയിൽ ഇസ്രായേൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിന് മേൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ സേന ഇന്നലെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയിലെ വ്യോമസേന ബേസിൽ ഇസ്രായേൽ സേന ഇന്നലെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂത്തികളുടെ ഡ്രോൺ US തകർത്തിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ മേഖലയിൽ ഒന്നാകെ വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാണുകയാണ് ദിവ്യ. വെടിനിർത്തൽ ചർച്ചകൾക്കിടെയും അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ സേന ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബന്ദിമോചനം വൈകുന്നതിനെതിരെയും ഇസ്രായേലിനകത്തും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. മുഹമ്മദ് സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.